ഇന്ന് അട്ടുച്ചന്റെ പതപതക്കുന്ന വെയിലും കൊണ്ട് ഇന്ന് കടപ്പുറത്തേക്കാ പോകുന്നത്. ഇത് എന്തൊരു വെയിലെന്നാ പറയേണ്ടതല്ലോ. എന്റെ ചങ്ങായിമാർ എന്നെയും കാത്ത് നിൽക്കണ്ടെങ്കിൽ ഇന്ന് പോലുണ്ടാവും. ഞാൻ എത്തിയില്ല, അതുകൊണ്ട് നേരത്തെ കാലത്തിനോട് മീൻ പിടിക്കാൻ വേണ്ടി പോയി. സാധാരണ നമ്മൾ എപ്പോഴും പൈസയും കൊടുത്ത് ബാബുവിന്റെ അടുത്ത് മൂസക്കാരുടെ അടുത്തല്ലേ മീൻ വാങ്ങലുള്ളൂ. എപ്പോഴെങ്കിലും ഇങ്ങനെ പിടിച്ചൊക്കെ ശ്രമിക്കണം. ഇവനാണെങ്കിലും ഞണ്ടിന്റെ പള്ള പിടിച്ച് ചിക്കിലാക്കി ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ബലാന്നെല്ലാം പറഞ്ഞാൽ നല്ല ബർക്കത്തും ബൗസുള്ള ബലയാ. ഒന്നെങ്കിലും കിട്ടുന്നുണ്ട് മീനല്ലോ. ഇതാ അവിടെ ലക്ഷദ്വീപിലേക്ക് പറക്കുന്ന ഹെലികോപ്റ്റർ മീൻ ലാൻഡ് ചെയ്യാൻ പറഞ്ഞ സ്പോട്ടിൽ ലാൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞണ്ടിനെ ജീവനോട് കിട്ടിയോണ്ട് അതിന് ഒക്കെ തെച്ച് നടക്കാൻ നിലത്തൊന്നും ഇറക്കാണ്ട് ചെറിയ കീസ് കൊടുത്തൊന്നല്ല വന്നിക്കുന്നത്, വലിയ ചാക്കൂടുത്ത് വന്നിക്കുന്ന നടക്കാൻ വേണ്ടിയിട്ട്. എത്രമാനം ഞണ്ടാമോനെ ഉള്ളത് അറച്ചിക്ക് ചാക്കില്ല. നമ്മളെ ഭയണ്ടൊന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഈ ഒരു ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി തടി കണ്ടിനായിപ്പോയിക്കല്ലോ. ഇതാണെങ്കിൽ പിടിച്ചെടുത്ത് നിൽക്കണ്ടേ, ഇത് കുതിരപ്പാത്ത് പായുന്നതിനോട്ട് പായി ചെയ്യുന്നത്. പിടിച്ചിട്ട് കിട്ടണ്ടീന ഒരു ഞാൻ എങ്ങനെയല്ലോ പിടിച്ച് ചാക്കിലാക്കി. അമ്മക്ക് എന്തേ ബൂതിന്റെ അപ്പം തന്നെ തീർക്കണം. ഞാനും ഇട്ടക്ക് പല കിട്ടുന്നുണ്ടെ കിട്ടിട്ടല്ല. അങ്ങനെ ഇവിടുന്ന് മീനെല്ലാം പിടിച്ച് നേരെ പുരയിലേക്ക് പോയി ഇതാക്കണ്ടേ. ഒരു ചാക്ക് നിറച്ച് ഞണ്ടും കൊണ്ടാ പുരയിലേക്ക് പോയത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഞണ്ട് എന്റെ പുരയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇത് മുറിക്കാൻ നിന്നിട്ട് ഇന്നും നാളെ തീരാത്തോണ്ട് ഉമ്മയും ഞാൻ എല്ലാവരും കൂടി മുറിച്ചിക്ക് വേഗം. അങ്ങനെ വെടിപ്പിലും വൃത്തിയിൽ അങ്ങ് വൃത്തിയാക്കി. അങ്ങനെ ചെറിയുള്ളിയും തക്കാളിയും മല്ലിച്ചപ്പെല്ലാം കൂടി മുറിച്ചിട്ട് അങ്ങ് ആക്കട്ടെ. ഇതെല്ലാം മോനെ പഠിച്ചത് എല്ലാം ഉണ്ടാക്കുന്ന അറിയാം മോനെ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമെങ്കിൽ ഏതെങ്കിലും ഓട്ടരായിരുന്നു തുടങ്ങിയാൽ മേൻ എന്നാ രക്ഷപ്പെട്ടു പോലും. നമ്മൾ ഞണ്ടാണെങ്കിൽ ഇങ്ങനെ മസാല ഇങ്ങനെ പിടിച്ചു വന്ന് നീ 10-40 പൊറോട്ടയും മുറിച്ചിട്ട് അതിന്റെ മേലെ കറി വെച്ചിട്ട് പിടുത്തം പിടിക്കാണ്ട് മോനെ. എപ്പോൾ നമ്മൾ ഓരോരുത്തർ പ്ലേറ്റിലാക്കി തിന്നല്. ഇങ്ങനെ തളകെ തന്നെ എല്ലാ കറിയും കൂടി പാർന്നിട്ട് എല്ലാരും കൂടി കൂടിയിരുന്നിട്ട് തിന്നില്ലേ, അത് വേറെ തന്നെ സുഖം മോനെ. എത്ര തിന്നാലും മതിയാവില്ല. ഇതെല്ലാം കൂടി തിന്ന് പിടിച്ച് നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കഴിയില്ല മോനെ. കിടന്ന് ഉരുള ചെയ്യുന്നത്. എല്ലാ കരുതലും തിന്നിട്ട് നാളെ വയറ്റുന്നു വേണ്ടെന്നാ മൈനുള്ള.